പിന്നെ അള്ളാഹ്ക്കൊരു മഅയ്യ ഖാസയുണ്ട്, പ്രത്യേകമായിട്ടുള്ള ഒരു മഅയ്യത്ത്. ആ മഅയ്യത്താണ് ഈ മഅയ്യത്ത്. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, അവരോടൊപ്പമുള്ള അള്ളാഹുവിൻ്റെ മഅയ്യത്താണ്. ഇപ്പോൾ സൗർ ഗുഹയിൽ അള്ളാഹു ഉണ്ടായി. ആരോടൊപ്പം ഉണ്ടായത്? അള്ളാഹുവിൻ്റെ നബിയോടൊപ്പം. പിന്നെ ആരോടൊപ്പം ഉണ്ടായത്? അള്ളാഹുവിൻ്റെ സിദ്ദീഖിനോടൊപ്പം. ആ മഅയ്യ എന്താണ്? ഖാസായിട്ടുള്ള മഅയ്യത്താണ്. ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നീ മഅകും ഫസബ്ബിതുൽ ലദീന ആമനു. ബദറിൽ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ് യൂഹി റബ്ബുക ഇലൽ മലായിക, മലക്കുകൾക്ക് വഹീ നൽകുകയാണ്. എന്താ മലക്കുകൾക്ക് പറയുന്നത്? അന്നീ മഅകും. അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളോടൊപ്പമാണ്, മലക്കുകളോടൊപ്പമാണ്, നിങ്ങളോടൊപ്പമാണ്. ഫസബ്ബിതുൽ ലദീന ആമനു, നിങ്ങൾ വിശ്വാസികൾക്ക് സ്ഥൈര്യം പകരുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ മഅയ്യത്ത് അതെന്താണ്? എല്ലാവരോടൊപ്പമുള്ള മഅയ്യത്തല്ല, പിന്നെ ഒരു പ്രത്യേക മഅയ്യത്താണ്. അതേപോലെയാണ് ഇവിടെ. മനസ്സിലായില്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് പോകുമ്പോൾ ഇസ്രായേലിയരെയും കൊണ്ട് രായിക്ക് രാമാനം പോവുകയാണ്. മൂസ അലൈഹി സ്വലാത്തു ഇസ്രായേലിയരെയും കൊണ്ട് പോകുമ്പോൾ എന്താ അവസ്ഥ? മുന്നിൽ ആരാ? മുന്നിൽ ബഹ്റ, സമുദ്രം. പിന്നിൽ ആരാ? ഫിറൗനും സൈന്യവുമാണ്. ഫിറൗനും സൈന്യം എന്തിനാണ് വരുന്നത്? ഇവർക്ക് ഹാരാർപ്പണം നടത്താനാണ് വരുന്നത്? അല്ല, അവർ സർവായുധ സന്നദ്ധരായിട്ടാണ് വരുന്നത്. ഇവരെ കൊല്ലാനാണ് വരുന്നത്. ഇവർക്ക് കടലിലേക്ക് ചാടാൻ കഴിയുമോ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ പുറകോട്ട് ഓടാൻ പറ്റുമോ? ഇല്ല. ആ അവസ്ഥയിൽ അപ്പോഴാണ് ഇസ്രായേലർ മൂസാൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത്, ഇന്നാല മുദ്റക്കൂൻ. എന്താ ഇന്നാല മുദ്റക്കൂൻ? ഞങ്ങളെപ്പോൾ പിടികൂടും, ഞങ്ങളെ ഇപ്പോൾ പിടികൂടും എന്നുള്ളത് പറയുന്നത്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, കല്ല, ഇല്ല, ഒരിക്കലുമില്ല. കല്ല, ഇന്ന മഅയ റബ്ബി, ഇന്ന മഅി, എൻ്റെ കൂടെയുണ്ട് റബ്ബി, എൻ്റെ റബ്ബ്. ആ മഅയ്യത്ത് ഏത് മഅയ്യത്താ? ഖാസത്തായിട്ടുള്ള മഅയ്യത്താണ്. ആ മഅയ്യത്ത് അർത്ഥമാക്കുന്നത് ഇതൊക്കെ ഉള്ളതോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള നസർ, സഹായമാണ്. അള്ളാഹുവിൽ നിന്നുള്ള തഈദ്, ശക്തിപ്പെടുത്തലാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഹിഫ്ള്, സംരക്ഷണമാണ്. അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണമാണ്. അത് പ്രത്യേകം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിൻ്റെ മുഅ്മിനുകൾക്ക്, നബിമാർക്കുള്ള അള്ളാഹുവിൻ്റെ മഅയ്യത്താണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു മഅല്ലദീന തഖൗ. എന്താ മഅല്ലദീന തഖൗ? തഖ്വയുള്ളവരോട് ഒപ്പമാണ്. മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, നല്ലത് ചെയ്യുന്ന ആളുകളോടൊപ്പമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലേ? അള്ളാഹു സാബിരീങ്ങൾ, ക്ഷമാലുക്കളോടൊപ്പമാണ്. അപ്പോൾ ആ മഅയ്യത്ത് അത് ഖാസായ മഅയ്യത്താണ്. അത് അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൽ നിന്നുള്ള ശക്തിപ്പെടുത്തൽ, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഇന്നനി, തീർച്ചയായും ഞാൻ, മഅകുമ, നിങ്ങളോടൊപ്പമാണ്. അസ്മഉ വ അറ, അസ്മഉ ഞാൻ കേൾക്കും, വ അറ ഞാൻ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂസ, ഹാറൂൻ, നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരിൽ എന്താണോ എതിരിൽ പറയുന്നത്, ആ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. പിന്നെ നിങ്ങൾക്കെതിരിൽ എന്താണോ പ്രവർത്തിക്കുന്നത് അത് ആര് കാണുന്നുണ്ട്? ഞാൻ കാണുന്നുണ്ട്. ആ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. ഫിർഔനാകട്ടെ, ഫിർഔൻ്റെ കിങ്കരന്മാരാകട്ടെ, അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട്, കാരണം നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഈ നിലക്കുള്ള ഉണ്ടാകൽ. അതുകൊണ്ട് ലാ തഖാഫ, നിങ്ങളിരുവരും ഭയക്കണ്ട എന്നുള്ളതാണ്.